അലങ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലങ്കാരം തന്നെയാണ് ഉപമ എന്നുള്ളത്. ഉപമയെക്കുറിച്ച് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് അല്ലേ, ഒരു സാദൃശ്യമായിട്ട് പറയുന്ന ഒന്നാണ്. എന്താണ്? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഉദാഹരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണിത്. അപ്പം ലക്ഷണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. ഇതിൽ മുഖം എന്നത് ഉപമേയം, ചന്ദ്രൻ എന്നത് ഉപമാനം, വിളങ്ങുക എന്നത് സാധാരണ ധർമ്മം, പോലെ എന്നത് ഉപമാ വാചകം. അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നു. ഇനി ഓരോന്നും എന്താണ് എന്നുള്ളത് പറയാം. ഉപമേയം എന്താണ്? ഉപമേയം വർണ്ണ്യം, പ്രസ്തുതം, പ്രകൃതം, വിഷയം ഇവയാണല്ലേ. ഏതിനെ ഉപമിക്കുന്നുവോ അത് ഉപമേയം. എന്തിനെയാണോ ഉപമിക്കുന്നത് അതാണ് ഉപമേയം എന്ന് പറയുന്നത്. ഏത് വസ്തുവിനെയാണ് ഇവിടെ ഉപമിക്കുന്നത് അതാണ് ഉപമേയം. ഇനി ഉപമാനം അവർണ്ണ്യം, അപ്രസ്തുതം, അപ്രകൃതം. ഏതിനോടാണ് ഉപമിക്കുന്നത്? ഇവിടെ ഏതിനോടാണ് ഉപമിക്കുന്നത്? ചന്ദ്രനോടല്ലേ ഉപമിക്കുന്നത്. അപ്പോൾ അതാണ് ഉപമാനം. ഉപമേയം എന്താണ്? മുഖമാണ്. അപ്പോൾ ഇവിടെ ഉപമേയം എന്ന് പറയുന്നത് മുഖമാണ്, ഉപമാനം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. സാധാരണ ധർമ്മം എന്താണ്? ഉപമേയത്തിലും ഉപമാനത്തിലും തുല്യമായി നിൽക്കുന്ന ധർമ്മം. അതായത് മുഖം, ചന്ദ്രൻ, ഇതാണല്ലോ ഉപമേയവും ഉപമാനവും. ഇതിൽ രണ്ടിലും തുല്യമായി നിൽക്കുന്ന ധർമ്മം എന്താണോ അതാണ് സാധാരണ ധർമ്മം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടിടത്തും ഒരുപോലെ നിൽക്കുന്ന എന്താണ്? വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ വിളങ്ങുന്നു. ആരുടെ മുഖം? നമ്മുടെ മന്നവേന്ദ്രൻ്റെ മുഖവും. രണ്ടിടവും എന്താണ്? വിളങ്ങുക എന്നുള്ളതാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് സാധാരണ ധർമ്മം എന്ന് പറയുന്നത്. ഇനി ഉപമാവാചകം, അതായത് ദ്യോതക ശബ്ദം, സാദൃശ്യത്തെ കുറിക്കുന്ന ശബ്ദം. സാദൃശ്യം പറയാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അതാണ് ഉപമ വാചകം എന്ന് പറയുന്നത്. പോലെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ. ചന്ദ്രനെ പോലെ നിൻമുഖം എന്നാണ്. അപ്പം പോലെ എന്നുള്ളതാണ് ഉപമ വാചകം. അപ്പം നമുക്കത് അതുപോലെ ഇരിക്കുന്ന ഒന്ന് എന്താണ് പറയുന്നത്? പോലെയാണെങ്കിൽ മറ്റൊന്ന് പറയാൻ അത് കണക്കേ എന്നൊക്കെ പറയുമല്ലോ. സാദൃശ്യപ്പെടുത്തി പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്താണോ അതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ പറയുമ്പോൾ അത് പ്രസിദ്ധമായ ഒന്നിനെക്കുറിച്ചായിരിക്കും. ഉപമാനം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്രസിദ്ധമാകണം. സാദൃശ്യം പറയുമ്പോൾ ചമൽക്കാരം വേണം. ചമയ്ക്കുന്നത് എന്താണ്? ചമൽക്കാരം എന്നുള്ളത് നമുക്ക് വേറെ ഇതിൽ പറയാം. ഉപമ പദാർത്ഥനിഷ്ഠ ആയിരിക്കും, പദാർത്ഥനിഷ്ഠമായും വരാം. ബിംബ പ്രതിബിംബ ഭാവത്തോടെ ഉപമ വരാം. ഇനി ഒരു സാധാരണ ധർമ്മം രണ്ടായി പറയുന്നത് ബിംബ പ്രതിബിംബം, വസ്തുത പ്രതി വസ്തുതാഭാവം. രണ്ട് ധർമ്മങ്ങളുണ്ടെങ്കിൽ അവയെ ഒന്നായി അവതരിപ്പിച്ചാൽ അത് വസ്തു പ്രതിവസ്തു ഭാവം എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് ഉപമയെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് വിശദമായിട്ട് പറയുകയാണ്. ഇത് ആവശ്യമുള്ളവർ മാത്രമേ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതുള്ളൂ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഇത്രയും ആവശ്യമില്ല. മുതിർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ, ഡിഗ്രി PG ലെവലിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ്.